ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്നേഹക്കൂട്. നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് പിക്കിളാണ്. അതിനായിട്ട് 1 കിലോ മത്തിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ചെറിയ മത്തിയാണ് ഏറ്റവും നല്ലത്. ഇതുപോലെ ഒന്ന് വരഞ്ഞതിന് ശേഷം ഇങ്ങനെ 2 പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മത്തി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ബൗളിലേക്ക് ഫിഷ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ ഫിഷ് ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പൊടികളും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ മിക്സ് എല്ലാം നന്നായിട്ട് ഫിഷിലേക്ക് പിടിക്കണം. അതിനായിട്ട് ഇതൊന്ന് മൂടി ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. മിക്സ് എല്ലാം നമ്മുടെ ഫിഷിലേക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ചെയ്യാം. ഇതിലേക്ക് ആവശ്യത്തിന് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഈ പിക്കിൾ കുക്ക് ചെയ്യുന്നത് കോക്കനട്ട് ഓയിലാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നല്ലെണ്ണ യൂസ് ചെയ്തോളൂ. പക്ഷേ ഫിഷ് ആയതുകൊണ്ട് തന്നെ കോക്കനട്ട് ഓയിലായിരിക്കും കൂടുതൽ സ്യൂട്ടബിൾ. ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഫിഷ് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ഫിഷ് ഇവിടെ ഫ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മുടെ ഫിഷ് കംപ്ലീറ്റ് ആയിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ പിക്കിൾ തയ്യാറാക്കാൻ തുടങ്ങാം. നമ്മൾ മീൻ ഫ്രൈ ചെയ്ത സെയിം ഓയിലിൽ തന്നെയാണ് നമ്മുടെ പിക്കിൾ തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മുടെ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടിരിക്കുകയാണ്. അതിലേക്ക് ആവശ്യത്തിന് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ഫുൾ വെളുത്തുള്ളി, ഒരു വലിയ പീസ് ഇഞ്ചി, ഒരു 5 പച്ചമുളക് എന്നിവ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വാടി വരുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇഞ്ചിയും പച്ചമുളകും വേപ്പിലയും എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്കിതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് മുളക് പൊടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് ആക്കിയതിന് ശേഷം മാത്രമേ പൊടികൾ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കടുക്, ഉലുവ എന്നിവ ചേർത്ത് ഡ്രൈ റോസ്റ്റ് ചെയ്ത് പൊടിച്ചെടുത്തതാണ്. അതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക്
ഒരല്പം കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വിനാഗിരിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഓൾറെഡി നമ്മൾ ഉപ്പ് ചേർത്താണ് ഫിഷ് ഫ്രൈ ചെയ്തത്, എന്നാലും ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് പിക്കിൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നമ്മുടെ അസാധ്യ ടേസ്റ്റിലുള്ള ഫിഷ് പിക്കിൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫിഷാണ് മത്തി. അത് യൂസ് ചെയ്തുള്ള ഒരു പിക്കിള് എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടും. നിങ്ങളെല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.